ഒരു മിനിറ്റ് നിക്ക്. നിന്നോടല്ലേ ചോദിക്കുന്ന പറ. അകത്ത് വരണ്ട, അവിടെ നിക്ക്. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ? ഞാൻ എവിടേക്ക് പോകുന്നില്ല. അരി ഒരു മിനിറ്റ് നിക്ക്. ഒരു മിനിറ്റ് നിക്ക്. ഇപ്പൊ അകത്തേക്ക് നീ എന്താ ചെയ്യുന്ന? അകത്തേക്ക് ഹരണി ഇങ്ങനെ മണ്ടത്തരം കാണിക്കില്ല. താഴോട്ട് പോണു. വാ. നീ എന്താ കാണിക്കുന്നത്? വാ അകത്തേക്ക് വാ. പ്ലീസ് അകത്തേക്ക് വാ. ഹരണി നീ ഇതെന്തായി കാണിച്ച? നമുക്ക് താഴോട്ട് പോയിരുന്നു. ലിഫ്റ്റിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ എന്ത് വിശ്വാസത്തിലാണ് അതിൽ കേറാ? നമുക്ക് കൺഫേം ആയിട്ട് രക്ഷപ്പെടായിരുന്നു. നീ അതെങ്ങനെ ഉറപ്പിച്ച് പറയണേ? എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷേ ഇപ്പൊ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകും. നോക്കിയോ? ശരിയാണല്ലോ. നീ അതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? അറിയില്ലായിരുന്നു. ഞാൻ എന്തോ ഒരു കാൽക്കുലേഷൻ ഇട്ടതാ. ഞാൻ ഫോർത്ത് ഫ്ലോറിലേക്ക് ഇപ്പൊ പോയത് കണ്ടില്ലേ? അതേപോലെ തന്നെ ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയത്. നീ വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ഇങ്ങനെ എല്ലാം നശിപ്പിച്ചല്ലോ. അപ്പൊ അതാണ് പാറ്റേൺ തോന്നുന്നു. ഒരു ഫ്ലോറിന് ഒരു ചാൻസേ ഉള്ളൂ. അപ്പൊ പോകാതെ എന്തെങ്കിലും ഫ്ലോർ ഉണ്ടാവും. അത് പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ.
അയ്യോ ഇവിടെ കിടന്ന് എനിക്ക് മരിക്കണ്ട, എന്തെങ്കിലും പറ. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചാൻസ് ഒന്നും വേസ്റ്റ് ആക്കാതെ എപ്പോഴേ രക്ഷപ്പെടാമായിരുന്നു. ടൈമില്ല ഗുരു, പറയ്. എല്ലാ ചാൻസും തീർന്നു. എല്ലാ ചാൻസും തീർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇനി നമുക്ക് ലിഫ്റ്റിൽ താഴേക്ക് പോകാൻ പറ്റില്ലേ? പറ, ഇനി ലിഫ്റ്റ് താഴേക്ക് പോയില്ലേ? എല്ലാ ചാൻസും തീർന്നെന്ന് പറഞ്ഞ അപ്പൊ ഇനി ഈ ലിഫ്റ്റ് തുറക്കില്ലേ? ലിഫ്റ്റ് വീണ്ടും തുറക്കില്ല. എന്ത്? വീണ്ടും തുറക്കില്ല. ഇതെല്ലാം ഒരേ പാറ്റേണിൽ തന്നെ സംഭവിക്കുന്നേ. പറഞ്ഞു വെച്ചതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ബന്ധമുണ്ട്. ഞാൻ ലിഫ്റ്റിൽ കയറി തൊട്ട് ലിഫ്റ്റ് ഒരു ഫ്ലോറിൽ ഒരു തവണയും നിൽക്കും എന്നുള്ളത് വരെ എല്ലാത്തിലും ഒരു കണക്റ്റ് ഉണ്ട്. പക്ഷേ എല്ലാ ഫ്ലോറിലും ഒരു തവണ മാത്രം നിന്ന ഈ ലിഫ്റ്റ് എന്തുകൊണ്ടാണ് 9th ഫ്ലോറിലേക്ക് മാത്രം വീണ്ടും വീണ്ടും വരുന്നെന്നാ മനസ്സിലാവാത്ത. നീ ലിഫ്റ്റിൽ കുടുങ്ങിയത് ശരി, പക്ഷെ ഞാൻ എന്തിനാ ഒരു ബന്ധവും ഇല്ലാണ്ട് ഡോക്യുമെന്റ് റൂമിൽ കുടുങ്ങിയേ? നീ വന്നത് തൊട്ട് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നല്ലോണം ഒന്ന് ആലോചിച്ച് പറ. ഒരു 7:30 ആയി കാണും. എപ്പോഴും പോലെ പേഴ്സണൽ ഫയലൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഈ പെൻഡിങ് അപ്രൈസലൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മെയിൽ ചെയ്തു. അപ്പോൾ VP കോൾ ചെയ്തു. സംസാരിച്ചിട്ട് ഡോക്യുമെന്റ് റൂമിന് വന്നു. ചില പേപ്പർ ഷ്രെഡറിലിട്ടു. ഷട്ടറിൽ എന്തായിട്ടത്? പിന്നെ വേസ്റ്റ് പേപ്പേഴ്സ് ആണോ? ഷട്ടറിലിട്ട അത് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയല്ലേ? എന്ത് പേപ്പേഴ്സ് ആയിട്ട് പറ. ആക്ച്വലി ഞാനത് പറഞ്ഞൂടാ. മാനേജ്മെന്റ് ഫയൽ. ചാവുന്ന സമയത്താണ് നിന്റെ സിൻസിയറിറ്റി. ആ ഫയലിൽ എന്താ ഉണ്ടായിരുന്നത്? ഫയലിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഏതോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. VP ആ പറഞ്ഞ.